ആൾക്കാർമാരെ, ഇന്ന് വേറൊരു വെരി എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കർക്കടകമാണ്. കർക്കടകം അതെനിക്കറിയാം, മമ്മിക്ക് അറിയാം. കറക്റ്റ് ആയിട്ട് കർക്കടകം കർക്കടകം 1-ാം തീയതി. ഇതെനിക്കറിയാം, മമ്മിക്ക് അറിയാൻ നോക്കിയതാ. ഒരു മിനിറ്റ് ആൾക്കാർമാരെ, ഞാൻ ഒരു സാധനം എടുത്തിട്ട്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് ഇന്ന് വേണ്ടതെന്ന്. സോ ഞങ്ങള് ഇന്ന് അമ്മാമ്മയെ സർപ്രൈസ് ചെയ്യാനാണ് പോണത്. അമ്മാമ്മയുടെ വിചാരം ഞാനൊന്ന് ഏർലി ആയിട്ട് എണീക്കൂല എന്നാണ് വിചാരം. അപ്പൊ ഞാൻ ഏർലി ആയിട്ട് എണീറ്റിട്ട് മുടിയൊക്കെ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉണ്ട്. മമ്മീസ് ഡ്രസ് ഇസ് മൈ ഡ്രസ് എന്നല്ല എല്ലാരും പറയാറ്. യു ആർ മീ, ഐ എം യു, അങ്ങനെ ടൈപ്പ് സാധനം. ഓക്കെ, അപ്പൊ അമ്മാമ്മയുടെ വിചാരം ഞാൻ എപ്പോഴും ഉറങ്ങുന്നതാണ്. അപ്പൊ ഞങ്ങള് മൂന്നിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 സ്നാക്സ് ആണ്. അമ്മാമ്മ എപ്പോഴും ഇങ്ങനെ അത് ഈവനിങ് സമയമാകുമ്പോൾ അമ്മാമ്മ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്മാമ്മ ഇങ്ങനെ മൂവി കാണാറുണ്ട്. ഒരു മൂവി കാണാറുണ്ട് എല്ലാ ദിവസവും. ലൈക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയും എൻ്റെ ക്യാമറമാൻ വീണിരിക്കുന്നു ഗൈസ്, ആൾക്കാർമാരി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്നാക്സ് കഴിക്കാനാണ്. അപ്പം അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനവും ഈ ഒരു സാധനവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോയി സർപ്രൈസ് ചെയ്യാം. മമ്മി ഫസ്റ്റ് പൊരിക്കാം, എന്നിട്ട് ഞാനിങ്ങനെ ചാടാം. അത് വേണ്ട, നീ ഡോറ് തുറന്ന് പോയാൽ മതി. എനിക്ക് ചാടാ മമ്മി. അപ്പൊ ക്യാമറ പിടിക്കും. മമ്മി പിടിക്കും. പോയിക്കേ. എന്റെ ആർട്ടിസ്റ്റിക് ലെവൽ മമ്മിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇങ്ങനെ പോ. ഞാനിപ്പോ ഓൾറെഡി തലമുത്തി വീഴാൻ പോയത്. രസികയാണ്. ഇതാരാത്? അമ്മാമ്മ ഇവിടെ. അമ്മ ഇവിടെ. രസിക കിച്ചണിലാ. ബാബു അമ്മാമ്മ കിച്ചണിലാണ്. ഇതെല്ലാം കൊളാക്കും. എന്റെ ആർട്ടിസ്റ്റിക് ലെവൽ മനസ്സിലാവുന്നില്ല. അമ്മ വിചാരിച്ച എവിടെ എഴുന്നേറ്റിട്ടുണ്ടാവുന്ന്. ഇന്നലെ കൊച്ചെനിക്ക് വാക്കുകൾ 1-ാം തീയതിയാണ് നേരത്തെ. ഹാപ്പി ബർത്ത്ഡേയാ. ഹാപ്പി കർക്കിടകം. ഇന്ന് കർക്കിടക മാസമായിട്ട് പാപ്പ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നോ ഫോൺ. യാ, ഡിജിറ്റൽ ഡീറ്റോക്സ്. അമ്മ കേട്ടില്ലത്. നോ ഫോൺ, ഡിജിറ്റൽ ഡീറ്റോക്സ്. ക്യാമറമാൻ എന്താടാ മക്കളെ, ഇതിന് സന്തോഷമായി. ചന്ദന മുടി വളർന്നു. കുങ്കുമം തൊട്ടേക്കണുണ്ടോ? കുങ്കുമം. ഞാൻ ടൈം പറയണത് ഈ സാധനം ഇവിടെ നിന്ന് മാറ്റിക്കോ. എനിക്ക് ഏത് മാറ്റിക്കളാണ്, കാരണം എനിക്കത് ഓവർലോഡ് പണിയാന്നേ. ഏത് ഈ സിറ്റിംഗ് സ്പേസോ? ഇത് ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്പേസ് ആണ്. അമ്മാമ ഇതൊക്കെ പറയും, പക്ഷെ ഞാൻ നോക്കുമ്പോ അമ്മാമ ഇങ്ങനെ കിടക്കണ്ടായിരിക്കും. അമ്മ എന്താണ് വീട് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? അത്യാവശ്യം ഒരു വിധൊക്കെ ആയി. എനിക്കുണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നിട്ടുണ്ട് എന്റെ കിച്ചണിലോ. എനിക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നവരായി സ്പീഡൊക്കെ ആക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സൗകര്യമില്ല. അത് ഒരു ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കണം. പക്ഷെ അതൊക്കെ ഒതുക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാം കമ്പയിലേക്കാണ്. ഞാൻ സാവകാശം ചെയ്യുള്ളൂ, പതുക്കെ. അമ്മാമ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ബാഡിയാക്കാൻ പറ്റും. രസിക ഒരു ഹായ് சொல்லிட்டு போ. எப்படி இருக்கு 1-ாம் தேதி? என்ன பண்ணிட்டு இருக்க? 1-ாம் தேதி பூஜாரி மாதிரி இருக்கு, சந்திரன்லாம் தொட்டுட்டு. ഓക്കെ, അപ്പൊ പാപ്പു മമ്മി കട്ട് ചെയ്തോട്ടെ.
അപ്പോൾ പാപ്പിനോട് ഞാൻ ചോദിച്ചിട്ട് മോനെ ഫോണൊക്കെ നിർത്തിയാ അത് നന്നായി. എന്തിപ്പോ അങ്ങനെ തോന്നുന്നു? പരീക്ഷ ചെയ്തോണ്ട് മാത്രമായിരിക്കും. അതാ ഡിജിറ്റൽ ഡീറ്റോക്സിങ്. അപ്പൊ ആൾക്കാരെ എവിടെയാണ് നമ്മൾ നിർത്തുന്നത്? ഇനി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വൈബ് ചെയ്യാൻ പോവാണ്. വൈബല്ല, പോയി പഠിക്കാൻ പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ ആൾക്കാന്മാരെ ഇന്നത്തെ എപ്പിസോഡ്. ക്യാമറമാനും ബൈ പറയൂലേ? ക്യാമറമാൻ ബൈ പറഞ്ഞില്ല. ഇനി ഹലോ ഗൈസ് എന്ന് പറയാം. ഇനി ഹലോ ഗൈസ് എന്ന് പറയാം. ആക്കാമാര് വിട്. പക്ഷെ ആൾക്കാന്മാരാണ് വൈബ്, പറ മനസ്സിലാവൂല. അത് മാറ്റ്. ആൾക്കാന്മാര് ഹോൾസ് ഡീപ് പ്ലേസ് ഇൻ ഹാർട്ട്. അത്രേ ഉള്ളൂ ആൾക്കാന്മാരെ. ബൈ.